ടു ഗാസ്ട്രോണർ മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ വന്ന പടത്തിൻ്റെ പേര് മേ വാപ്പസ് ആവുക. പടത്തിൽ അഭിനയിച്ച നസറുദ്ദീൻ ഷാ, വേദാന്ത് റൈന, പിന്നെ ശർവരി വഗ്, രഞ്ജിത്ത് ദോസാഞ്ച്, പിന്നെ ബനിത സന്ധു, പിന്നെ ദുരന്തറിലെ സീർ ബലോച്ച് എന്ന് പറയുന്ന ഏതാള്, അവൻ്റെ പേര് എനിക്ക് അറിഞ്ഞുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയാത്തത് എടുത്തിട്ട്. ഇതൊക്കെ ഇവരെയാണ് അഭിനയിച്ചിരിക്കുന്ന പടം. ഡയറക്റ്റ് ചെയ്ത ഇംതിയാസ് അലിയാണ്. മീൻസ് രൺബീർ കപൂറിന് തമാശ, പിന്നെ ഷാറുഖ് ഖാൻ്റെ ജബാരി മെസ്സേജ്, പിന്നെ മറ്റേ പടത്തിൻ്റെ പടം ഉണ്ടായിരുന്നതിൽ കോക്ടെയിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ സ്റ്റോറി റൈറ്റർ എല്ലാം അദ്ദേഹമായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളവരാണ്. വേറെ ഏതൊക്കെ പടം ഉണ്ടെന്ന് ഇപ്പോൾ കറക്റ്റ് ഞാൻ മറന്നു. സർവീസ് ലവ് വാജിക്കല്ലെങ്കിൽ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാട്ട് രാത്രിക്കാരൻ്റെ. പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന കേരള സ്റ്റുഡിയോസാണ്. മ്യൂസിക് ബൈ AR റഹ്മാൻ, സിനിമാറ്റോഗ്രാഫി ബൈ സിൻവിസ്റ്റർ ഫോണിക്കസ, എഡിറ്റർ ആർത്തി ബജാജ്. ഇത് ബജാജ് കമ്പനിയിലുള്ള ടീംസ് ആണെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ. പിന്നെ പടത്തിൻ്റെ കാസ്റ്റിൻ്റെ ആക്ടിങ് ചെയ്തിരിക്കുന്നത് മുകേഷ് ചബ്രയാണ്. കോസ്റ്റ്യൂം ഡിസൈനിങ് ശീതൽ ശർമ്മ, ആർട്ട് തൃപ്തി ചവൻ. ഇത്രയാണ് സിനിമയെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ. പടം കണ്ടുവച്ചാൽ ഒരു അബവ് ആവറേജ് ഫ്ലിക്ക്. കുറച്ച് ലാഗ്സ് തോന്നി. നെഗറ്റീവ്സിനോട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡ്യൂറേഷനാണ് ഞാൻ ഫസ്റ്റ് പറയുള്ളൂ. ഡ്യൂറേഷനാണ് ഈ സിനിമയുടെ പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2.25 മണിക്കൂറാണ്. പടത്തിൻ്റെ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ മറ്റേ സീതാരാമൻ സിനിമയിലൂടെ ദുൽഖറിൻ്റെ അതേമാതിരി സ്റ്റോറി. അപ്പോൾ അതന്ന് 2.5 മണിക്കൂർ എന്തോ ഉള്ളൂ. 2.5 മണിക്കൂർ 2.25 മണിക്കൂർ എന്തോ ഉള്ളൂ ഇത് തന്ന്. അപ്പോൾ അതേമാതിരി ഒന്ന് ഡ്യൂറേഷൻ എടുത്താൽ പോലും ഇവർക്ക് ഡ്യൂറേഷനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വീക്ക് പോയിൻറ്റ്. എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു വീക്ക് പോയിൻ്റ് അതാണ്. റേറ്റിംഗ് 7/10 കേട്ടോ. പിന്നെ ഞാൻ മറ്റേ സെൻസിൻ്റെ റിവ്യൂ ഇട്ട് പറഞ്ഞതാണ് റേറ്റിംഗ് ചെയ്യാൻ ഞാൻ മറന്നു പോകും. എന്തായാലും ഇന്ന് തൊട്ട് ഞാൻ മറക്കില്ല. ഞാൻ ഏത് പടത്തിൻ്റെ റിവ്യൂ ചെയ്താലും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. കൺവിൻസ് സ്റ്റാറൊന്നും വിളിച്ച് കളിക്കില്ല പ്ലീസ്. പിന്നെ ഇതാണ് നെഗറ്റീവ്. ഡ്യൂറേഷൻ കുറച്ച് കുറയ്ക്കായിരുന്നു. വേറെ കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല സിനിമയിൽ. ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് ഇത് അബവറേജായിട്ട് ഫീൽ ചെയ്തത്. കാരണം കുറച്ച് ലാഗ്സ് ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ പറഞ്ഞ് കുളമാക്കുന്നില്ല. കാണാത്ത ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതെന്താ തോന്നിയെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഒരു കാര്യം, മറ്റേ ജയിലർ 2ൻ്റെ സോങ് റിലേഷൻ ഞാൻ ചെയ്തിട്ടില്ല എന്ന് ആരും വിചാരിക്കേണ്ടത്. ചെയ്തിട്ടുണ്ട്. എപ്പോൾ കോപ്പിറൈറ്റ് അടിച്ച് എപ്പോഴാണ് യൂട്യൂബ് ബ്ലോക്ക് ചെയ്യാന്നറിയില്ല. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എന്തായാലും അത് പോസ്റ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ രാവിലെ എണീറ്റിട്ടെങ്കിലും കാണാം. പിന്നെ ഇനി ഹൈലി പോസിറ്റീവ്സ് വൈസ് ആണെങ്കിൽ നസറുദ്ദീൻ ഷാ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കാരണം ചെറുപ്പക്കാരൻ ചെയ്തിരിക്കണം. ഒരു വേദാന്ത അങ്ങനെ എന്തോ പറഞ്ഞിട്ട് തന്നെയാണ്. മീൻസ് ജിഗ്ര എന്ന് പറയുന്ന ഒരു പടം ഉണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് കണ്ടപ്പോൾ നിർത്തിവിട്ട് ബാക്കടിച്ച് കളഞ്ഞ സിനിമയായിരുന്നു. അതിൽ നമ്മുടെ ആര്യഭട്ടിൻ്റെ അനിയനുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാം.
പക്ഷേ സിനിമ എനിക്ക് പേഴ്സണലി ആദ്യം കണ്ടപ്പോൾ നിവർത്തുപോയി. ഒരുപാടായിരുന്നു അതിലോട്ട്. അവൻ അത്യാവശ്യം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ശർവരി വാഗും ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ദിൽജിത്ത്. അപ്പം ഞങ്ങൾ പക്ഷേ വേറെ വ്യത്യുണ്ടെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് ഒരു ദിൽജിത്താണ് നായകൻ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും വിചാരിക്കേണ്ട. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് സീതാരാമൻ പോലത്തെ ഒരു സ്റ്റോറിയാണ് സിനിമ കൊടുത്തിരിക്കുന്ന. ഒരു കഥ പറഞ്ഞാൽ ഒരു ഹിന്ദിക്കാരുടെ ഒരു സീതാരാമൻ, ഒരു ഇൻസ്പിറേഷൻ, അത്രയേ ഉള്ളൂ. അത്ര പറയാം. കറക്റ്റ് അതാണ്. ഒരു ചില സീൻസ് ലാഗായിട്ട് ഫീൽ ചെയ്ത് അത് കുറച്ചിട്ട് ഞാൻ പറയുന്നില്ല, കാണേണ്ടവർക്ക് കാണുക. ചിലർക്ക് അത് വർക്കാം, ചിലർക്ക് വർക്കാവില്ല, അത്രയേ ഉള്ളൂ. ഇതെന്താ സീതാരാമൻ സിനിമയുടെ കഥയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ദുൽഖറിൻ്റെ ക്യാരക്ടർ, സീതാരാമത്തിൻ്റെ ദുൽഖറിൻ്റെ ക്യാരക്ടർ പോലെയാണ് ഇതിൽ നസീറുദ്ദീൻ ഷാൻ്റെ ക്യാരക്ടർ. ഷെരീയുടെ ക്യാരക്ടറാണെങ്കിൽ അതിൽ മൃണാൽ ധാക്കൂറിൻ്റെ ക്യാരക്ടറും. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മറ്റേതിൽ നായകൻ മരിക്കുമെങ്കിൽ ഇതിൽ നായിക മരിക്കും, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. പിന്നെ ദിൽജിത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സീതാരാമത്തിൽ രശ്മിക എഴുതിയൊരു ക്യാരക്ടർ, ആ ക്യാരക്ടറാണ് ഇവിടെ ദിൽജിത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ മറ്റേതിൽ ജിഷി ശങ്കുത്ത് ചെയ്ത ക്യാരക്ടർ, ഇതിൽ നമ്മുടെ ദുരന്തറിലെ ഉസൈർ ബലോച്ചാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ചെയ്തിട്ടുള്ള പേര് ഞാൻ മറന്നുണ്ട്, സോറി. പിന്നെ മ്യൂസിക് അത്യാവശ്യം നൈസായിരുന്നു. റഹ്മാൻ പൊളിച്ചിട്ടുണ്ട് പാട്ടിനും ബീജും വെച്ച്. സിനിമാറ്റോഗ്രഫി നൈസായിരുന്നു. ആർട്ട് ആക്ടിങ്ങും ഒരു ഹാറ്റ്സ് ഓഫ്. പിന്നെ കോസ്റ്റ്യൂം ഡിസൈൻ ശീലൽ ശർമ്മ പൊളിച്ചിട്ടുണ്ട്. കാസ്റ്റിൻ്റെ ഡയറക്ടർ മുകേഷ് ചബ്ര, ഞാൻ ഒരു ഹാറ്റ്സ് ഓഫ്. ഞാൻ ദുരന്തറിൻ്റെ ഇതിട്ട് ഫസ്റ്റ് പാടാൻ സെക്കൻഡ് പാട്ടിൻ്റെ കാസ്റ്റിൻ്റെ ഡയറക്ടർ അത്തവർക്ക് വേണ്ടി പറഞ്ഞു, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം പോസിറ്റീവ്സാണ്. എന്താ പറഞ്ഞിട്ട് ഞാൻ പോവാണ്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ഓൾ എന്ന പറഞ്ഞ ഓപ്ഷൻ അത് നമ്മൾ സഹിക്കുക. ബൈ ബൈ, ഓൾ ഹെയിൽ വേൾഡ്.